സംസാരിക്കുന്ന രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആരോപണത്തിന്റെ പിറകിലുണ്ടാകുന്ന അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് വളർന്നു വരുന്ന ഒരു യുവനേതാവിനെ സ്വന്തം പാർട്ടിയും എതിരാളികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ പക്ഷം പിടിച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. അത് ഈ രാഹുൽ മാക്കൂട്ടത്തിൽ അനുകൂലമായിട്ട് മാത്രമല്ല, ഇതിനു മുമ്പും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ കോവളം MLA വിൻസെന്റിനെതിരെ ഒരു ആരോപണം ഇതുപോലെ തന്നെ വന്നപ്പോഴും എല്ലാ പാർട്ടിക്കാരടക്കം അദ്ദേഹത്തെ കൈയൊഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ സോഷ്യൽ മീഡിയയിൽ തൊണ്ടപൊട്ടി സംസാരിച്ച വ്യക്തിയും കൂടിയാണ് ഞാൻ. അതിനപ്പുറത്തേക്ക് തന്നെ നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും ഒരു സ്ത്രീ ഇതുപോലെ ആരോപണങ്ങളുമായി വന്നപ്പോഴും അദ്ദേഹത്തെയും പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ തള്ളി പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ പക്ഷം നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തന്നെയാണ് ശരിയെന്ന് ഉറച്ച ബോധ്യത്തിൽ തന്നെ ഞാൻ ഇതിനകത്ത് പ്രതികരിച്ച വ്യക്തിയും കൂടിയാണ്. പക്ഷെ ആ രണ്ട് വ്യക്തികളുടെയും ആ ഭാഗത്താണ് ശരിയെന്ന് പിന്നീട് കാലങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അവരെ വിമർശിച്ച ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാക്കന്മാർക്ക് എന്താ പറയേണ്ടത്, പഴം വിഴുങ്ങിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സത്യം കൂടി ഞാൻ പറഞ്ഞു വെക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഒരു കഴമ്പില്ലാത്ത ആരോപണത്തിന്റെ പിറകെ പോയി ഞങ്ങളെ വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെതിരെ എതിരാളികൾ പറയുന്നതിനപ്പുറത്തേക്ക് അലിഗേഷൻ നമ്മുടെ ഭാഗത്തുള്ള നേതാക്കന്മാർ പറയുമ്പോഴാണ് ഞാൻ ഉറച്ച ശബ്ദത്തിൽ ഉറച്ച നിലപാടിൽ എന്റെ ബോധ്യത്തിൽ എന്റെ ശരീരത്തിൽ കൂടി സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അത്തരം ഘട്ടങ്ങളിലാണ് ചില കമന്റോളികൾ ഇത്തരം കമന്റുമായിട്ട് വന്നത്. ആ കമന്റോളികൾ എഴുതി ചോദിച്ചത് എന്താ, എടാ നിന്റെ വീട്ടിലുമില്ലേ സ്ത്രീകൾ, നിനക്കാണ് ഇങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ ന്യായീകരിക്കുമായിരുന്നോ എന്നൊക്കെയാണ് ഈ കമന്റോളികളുടെ ചോദ്യം. ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ എന്റെ വീട്ടിൽ സ്ത്രീകളില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടി വീണ് ഉണ്ടായതാണ് എന്ന് ഏതെങ്കിലും ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്റെ വീട്ടിൽ സ്ത്രീകളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, സഹോദരിമാരുണ്ട്, എനിക്ക് ഉമ്മയൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ വളർന്നു വരുന്ന സാഹചര്യം, ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യം രണ്ട് വിധത്തിലാണ്. അത്രയും മാറ്റങ്ങളുള്ളൂ. കാരണം വെച്ചാൽ ഒരു അന്യ പുരുഷന്റെയോ അല്ലെങ്കിൽ അന്യ ആൾക്കാരുടെ ഒരു മെസ്സേജോ കാര്യങ്ങളോ അവരെ ഫോണിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം അത്രക്കാർ അയക്കും. ഒന്നുകിൽ അത് ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളായ ഞങ്ങളോട് പറയും, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കന്മാരോട് പറഞ്ഞ് അതിനെ ബ്ലോക്ക് ചെയ്യിക്കലാണ് നമ്മുടെ വീട്ടിലൊക്കെയുള്ള സ്ത്രീകൾ ചെയ്യാറുള്ളത്. അല്ലാതെ ഈ കമന്റോളികളെ വീട്ടിനകത്തുള്ള സ്ത്രീകൾ ചെയ്യുന്നത് പോലെ ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ മലന്ന് കടന്ന് പിന്നെ അവരെ സുഖിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിച്ച് മെസ്സേജ് അയച്ച് അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുത്തി അവസാനം എന്നെ പീഡിപ്പിച്ച് എന്ന് പറയുന്ന തരത്തിലുള്ളവരല്ല എന്റെ വീട്ടിലെ സ്ത്രീകൾ എന്ന് അത്തരം കമന്റോളികളോട് ഞാൻ പറഞ്ഞു വെക്കുന്നു, ആവർത്തിക്കുന്നു. എന്റെ വീട്ടിലെ സ്ത്രീകളുണ്ട്, പക്ഷെ അവൾ വളർന്നു വന്നതും അവരെ വളർത്തിയതും സിറ്റുവേഷനും നിങ്ങളെപ്പോലുള്ള ആ സാഹചര്യത്തിലല്ല. ഞാൻ കൃത്യമായിട്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളും മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതും അതിന് മോശമായിട്ട് പെരുമാറ്റം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നാട്ടിലുള്ള മറ്റേതെങ്കിലും സ്ത്രീകൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി നിന്റെ വീട്ടിലും ഇല്ലേ സ്ത്രീകൾ എന്ന് പറയുന്ന ഈ വിവരം കെട്ട കമന്റോളികളോട് പറയാനുള്ളത്, സ്വന്തം കുടുംബത്തിൽ അത്തരം അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ വഴിക്ക് നിങ്ങൾ അങ്ങ് സഹിച്ചോളാം എന്നല്ലാതെ അത് ഞങ്ങളെ പേരിലേക്ക് വെച്ച് കെട്ടണ്ട. ഓക്കെ, അപ്പൊ അതിനത്രയും മറുപടിയുള്ളൂ. ഇനി മറ്റൊരു ഭാഗം പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ എന്തിനാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ അടക്കം ഇത്തരം രൂക്ഷമായിട്ട് വിമർശിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ ഘട്ടത്തിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേതാവായിട്ട് ആരുമില്ല, എനിക്ക് വലിയവൻ ഞാനാണ്. ഞാൻ കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ തലപ്പത്തിരിക്കുന്നവർ ആരെങ്കിലും എന്തെങ്കിലും വെട്ടിത്തെങ്കിലോ പൊങ്ങത്തരോ വിളിച്ചു പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ മലം തിന്ന് ജീവിക്കുന്നവരല്ല. എന്റെ ശരിയും എന്റെ ബോധ്യവുമാണ് എന്റെ സഞ്ചാരം, എന്റെ ബോധ്യമാണ് എന്റെ ശരി. അപ്പൊ എന്റെ ശരിയിൽ നിന്നുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറയും, കാര്യങ്ങൾ സംസാരിക്കും. അത് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം, അല്ലെങ്കിൽ മാറി അങ്ങോട്ട് പോവാം. അല്ലാതെ ഞാൻ മറ്റൊരാളുടെ ശരിയെടുത്ത് കൊണ്ടുവന്നിട്ട് ആ ശരിയാണ് എന്റെ ശരി എന്ന് പറഞ്ഞ് തർക്കിക്കാനോ വാദിക്കാനോ നിൽക്കുന്ന വ്യക്തിയേ അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് തന്നെ എന്റെ ബോധ്യം, പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച ആദ്യത്തെ നിലപാട് തന്നെ തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാനതിനെ വിമർശിച്ചിട്ടുണ്ട്. അതിനെ വിമർശിക്കാനുള്ള റൈറ്റ്, അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ് ഒക്കെ എന്റെ രാജ്യം എനിക്ക് തരുന്ന കാലത്തോളം ഞാനത് അങ്ങനെ തന്നെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ എന്റെ തലച്ചോറോ എന്റെ ബുദ്ധിയും എന്റെ ഓർമ്മശക്തിയും മറ്റൊരാളുടെ കാൽക്കീഴിൽ പണയപ്പെടുത്തി പ്രവർത്തിക്കുന്നവരല്ല. എന്റെ ബോധ്യവും എന്റെ ശരിയാണ്.
മനസ്സിലായി. പിന്നെ മരിച്ച് മണ്ണടഞ്ഞ ഇന്നലകളെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കാറേയില്ല. പിറന്ന ഇന്നിനെ കുറിച്ചും പിറക്കാനിരിക്കുന്ന നാളുകളെ കുറിച്ചും ഒരുപക്ഷെ ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട്. അത്തരം വിഷയങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്നെ അങ്ങ് വായടപ്പിക്കാൻ വേണ്ടി കുറെ കമന്റുകളുണ്ട്. പാവും താവും മാവും കൂട്ടിയിട്ടുള്ള കമന്റ് ഇട്ട് കഴിഞ്ഞാലൊന്നും ഞാനിത് അവസാനിപ്പിക്കാൻ പോവത്തില്ല എന്ന് എത്രയോ വട്ടങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും അതൊന്നും ഉൾക്കൊള്ളാതെ നമ്മൾ വീണ്ടും ഈ ആവർത്തന വിരസത ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ എന്ന ശാഠ്യത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആ പണിയുമായി തുടർന്ന് മുന്നോട്ട് പോകാം. ഓക്കെ, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇനി നിങ്ങൾ വിമർശിക്കാണ്ടായ സാഹചര്യം, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ലീഡറും കൂടിയാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന് അത്തരം ഒരു വിഷയം ഉണ്ടായ ഘട്ടത്തിൽ എന്താ അദ്ദേഹം ചെയ്യേണ്ടത്? ഒരു പ്രതിപക്ഷ നേതാവല്ലേ? ഇങ്ങനെ ഒരു ആരോപണം വന്ന് എന്ന് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കും. അദ്ദേഹം പറയേണ്ടതാ, എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയ വിവരമില്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ബീഹാറിൽ വോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ വലിയൊരു സമരം നയിക്കുന്നുണ്ട്. അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി അവരൊക്കെ തിരിച്ചു വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ PCCയുടെ അധ്യക്ഷനുമായി ആ കാര്യങ്ങൾ നിങ്ങൾ പുറത്തുവിട്ട ന്യൂസുകളൊക്കെ ഒന്ന് പരിശോധിച്ച് അതിനകത്ത് കാമ്പും കഴമ്പും ഉണ്ട് എങ്കിൽ കൃത്യമായിട്ടുള്ള നടപടി രാഹുലിനെതിരെ ഞങ്ങൾ സ്വീകരിക്കും. അതിലൊരു തർക്കവും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാകുന്നില്ല. അതിന് ആ ടോപ്പിക് അവിടെ അവസാനിപ്പിക്കുന്നതിന് പകരം ഇദ്ദേഹം ആദ്യം തന്നെ അത് ഞാൻ നടപടിയെടുക്കും, എത്ര വലിയ നേതാവായാലും ഞാൻ അങ്ങ് ഉണ്ടാക്കി കളയും എന്നൊക്കെ ഒരു ധാർഷ്ട്യത്തോടെ പറയുമ്പോൾ ഞാൻ ആവർത്തിച്ച് ഇത്തരം അവരെ ന്യായീകരിക്കുന്ന ഭക്തന്മാരോട് ചോദിക്കട്ടെ, ഇവൻ പറഞ്ഞു വെച്ചല്ലോ എന്ന്, ഞാൻ എത്ര വലിയ നേതാവായാലും അങ്ങ് നടപടിയെടുക്കും എന്ന് പറയുമ്പോൾ നാളുകളിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ AICCയുടെ നേതാവായ പ്രസിഡന്റായ ഖാർഗെക്കെതിരെ ഏതെങ്കിലും സ്ത്രീകളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു അലിഗേഷനോ ഒരു ആരോപണോ ഇതുപോലെ ഉന്നയിച്ചാൽ ഇവനിക്ക് അത് അവിടെ നടപടിയെടുക്കാനുള്ള തന്റേട്ടമുണ്ടോ? ഇവൻ നടപടിയെടുത്ത് കാണിക്കോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തള്ളിമറിക്കട്ടെ. അല്ലാതെ ഈ വിഡ്ഢിത്തങ്ങളും പോങ്ങത്തരം വിളിച്ചു പറഞ്ഞ് ആളാവാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും അംഗീകരിച്ച് തരാൻ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മറ്റുള്ളവന്റെ മലം വാരി തിന്നുന്നവരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ധാർഷ്ട്യം നിറഞ്ഞ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് പകരം അദ്ദേഹം അത്തരം നിലപാട് ഫസ്റ്റ് തന്നെ സ്വീകരിച്ചപ്പോ അതിന്റെ വിയോജിപ്പാണ് ഞാൻ അടയാളപ്പെടുത്തിയത്. അല്ലാതെ VD സതീശനോട് പ്രത്യേകമായിട്ട് വെറുപ്പോ പിന്നെ രാഹുൽ മാക്കൂട്ടത്തിനോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹമോ എനിക്കില്ല. ഈ രണ്ടുപേരെയും ഞാൻ ജയ്ഫിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. അവരുമായിട്ട് ഒരു ഫോൺ കോളിൽ വരെ ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ എന്റെ ബോധ്യത്തിൽ നിൽക്കുന്ന ശരിയും തെറ്റും മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അതിന് ഞാൻ രാഹുലിന്റെ അടുത്ത് കൈക്കൂലി വാങ്ങിച്ചിട്ടാണ്, രാഹുലിന്റെ അടുത്ത് ഊമ്പിക്കൊടുത്തിട്ടാണ്. അതാണ് നീ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്, ഇങ്ങനെ പറയുന്നതൊക്കെ പറയുന്ന പോങ്ങന്മാരോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ജീവിതത്തിൽ ഇന്ന് വരെ ഈ രണ്ടുപേരെയും ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു ആശയത്തിന്റെ നേതാക്കൾ എന്നുള്ള നിലക്ക് അവർ പറയുന്ന കാര്യങ്ങളും അവർ ചെയ്യുന്ന പ്രവർത്തികളും ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളിൽ കൂടിയോ പരമാവധി അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊരു ബന്ധവും എനിക്കില്ല. ഇനി രണ്ടാമത് വിമർശിച്ചതാരിയ ഷാനിമോൾ ഉസ്മാൻ. എന്തുകൊണ്ടാണ് ഷാനിമോൾ ഉസ്മാനെ അങ്ങനെ വിമർശിക്കാണ്ടായ സാഹചര്യം ഉണ്ടായ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാർക്കെതിരെ എതിർഭാഗം അല്ലെങ്കിൽ CPM-ഓ BJP-യോ എന്തെങ്കിലും ഇല്ലാതെ ആരോപണങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ സ്ത്രീ ചാടി അങ്ങ് ഇറങ്ങും. എന്നിട്ട് ആ സ്വന്തം പാർട്ടിക്കകത്തുള്ള MLA-ക്കെതിരെയോ അല്ലെങ്കിൽ ആ പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർക്കെതിരെയോ ഒന്നും ആ ഉന്നയിക്കുന്ന എതിരാളികൾ ഉന്നയിക്കുന്ന വിഷയത്തിന്റെ കണ്ടന്റോ മെറിറ്റോ മനസ്സിലാക്കാതെ ചാടി കയറിയിട്ട് അവരെ പക്ഷം നിന്നിട്ട് കൊണ്ട് ഈ കുറ്റപ്പെടുത്തിയ ഈ ഇല്ലാതെ അലിഗേഷൻ ഉണ്ടാക്കിയ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ എന്നും സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും നടത്തും. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ കോവളം വിൽസന്റെ MLA-ക്ക് ഒരു ആരോപണം CPM-ന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുക. എങ്ങനെ ഉണ്ടാകുന്നു? കോവളം പോലുള്ള CPM-ന്റെ കൊട്ടക്കൊത്തളം VN വിൻസെന്റിന്റെ നേതൃത്വത്തിൽ ആ സീറ്റ് പിടിച്ചെടുത്തപ്പോ അതൊരു ഘട്ടത്തിലും ഇനി തിരിച്ചവരിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് വ്യക്തിഹത്യ നടത്തിയില്ലെങ്കിൽ എന്തെങ്കിലും മോശമായി ചിത്രീകരിക്കാതെ ആ സീറ്റ് CPM-ലേക്ക് വീണ്ടും തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം അവർക്ക് വന്നപ്പോഴാണ് അവർ ഈ വിഷയം കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ട് അരി ഭക്ഷണം കഴിക്കുന്നവർക്ക് ഈ CPM ഉന്നയിച്ച ആരോപണം വിശ്വസിക്കാൻ കഴിയുമോ? അതായത് ഒരു വഴിയിലുണ്ടാകുന്ന ഒരു ആൾ സഞ്ചാരമുള്ള ഒരു ദേശീയപാതയുള്ള ഒരു വീട്ടിനകത്ത് കയറിയിട്ട് ഈ പറയുന്ന MLA 5 പ്രാവശ്യം ഒരു വീട്ടമ്മയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് അരി ഭക്ഷണം കഴിക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയും? ആ വിഷയമാണ് ഈ തള്ള ശരിവെക്കുന്ന വിധത്തിൽ
12:30 കൈരളി ചാനൽ ന്യൂസ് സ്പോട്ട് ഔട്ട് ആകുമ്പോഴേക്ക് തന്നെ 12:45 ആകുമ്പോഴേക്ക് കയറി വിൽസൺ രാജിവെക്കണം, ഞങ്ങൾ രാജിവെക്കാൻ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വന്തം MLA ആക്ഷേപിക്കാൻ കടന്ന് കയറി വന്നത്. അതിനപ്പുറത്തേക്ക് തന്നെ കെ സുധാകരനെ ഈ സ്ത്രീ ആക്ഷേപിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ VM സുധീരൻ സാറ് KPCCയുടെ അധ്യക്ഷരായി നിൽക്കുന്ന ഘട്ടത്തിൽ ആ VM സുധീരനെയും ആക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും എത്രയോ ഘട്ടങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് സ്ത്രീയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിന്റെ സഹപ്രവർത്തക നേതാക്കന്മാരെ പരാമർശിക്കാനും വിമർശിക്കാനും അല്ലാതെ മറ്റെതിരാളികളെ ശക്തമായിട്ട് വിമർശിക്കാനോ അല്ലെങ്കിൽ എതിരാളികൾക്ക് എതിരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാനോ നാളെ ഇന്ന് വരെ ആ സ്ത്രീക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എന്നെ രാഷ്ട്രീയ ക്ലാസ് എടുക്കാൻ വരുന്ന നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങളൊന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന് തന്നെ ഉത്തരം കിട്ടും. ഇനി മൂന്നാമത് ഞാൻ വിമർശിക്കുന്നത് ബിന്ദു കൃഷ്ണ. എന്തുകൊണ്ട് ബിന്ദു കൃഷ്ണയെ ഞാൻ വിമർശിക്കുന്നു? ഇതേ വിൻസെന്റിന്റെ വിഷയത്തിനകത്ത് തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു അലിഗേഷൻ ഉണ്ടാകുമ്പോൾ അതിന്റെ കണ്ടന്റും മെറിറ്റും മനസ്സിലാക്കാതെ ഇതേവരെ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കയറി വന്ന ഈ ബിന്ദു കൃഷ്ണയാണ് ഇന്ന് രാഹുൽ മാക്കൂട്ടത്തിന് രാജിവെക്കണം എന്ന് പറഞ്ഞ ഒരു തിട്ടൂരം അങ്ങ് കൽപ്പിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് ചോദിക്കട്ടെ, മത്സരിക്കാൻ പറ്റുന്ന മേഖലയിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു. അതും എങ്ങനത്തെ കോൺഗ്രസിന് വിജയിച്ച് കയറാൻ പറ്റുന്ന എത്രയോ മേഖല, എല്ലാവരെയും തോൽവിയിൽ റിക്കാർഡ് ശ്രദ്ധിച്ച ഈ രണ്ടുപേരാണ് വന്ന് CPMന്റെ കൊട്ടക്കൊത്തളൊക്കെ പിടിച്ചെടുത്ത് ഒരു ജനകീയ മുഖായി നിൽക്കുന്നവരോട് എതിരാളികൾ കൊണ്ടുവരുന്ന ആരോപണത്തിന്റെ പുറകെ പോയി രാജിവെക്കണമെന്ന് ഒരു ഉളുപ്പും നാണവുമില്ലാതെ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് ഛർദ്ദിക്കുമ്പോൾ ആ ഛർദിൽ വാരി തിന്നാൻ ഞാൻ അത്ര അടിമത്തം പേറിയ ഒരു കോൺഗ്രസ്സുകാരനെ അല്ല എന്ന് ഇത്തരക്കാരോട് ഞാൻ പറഞ്ഞു വെക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാവാൻ കട്ടിലിൽ കിടക്കുന്ന കോൺഗ്രസിന്റെ തലമുതൽ നേതാക്കന്മാർ വരെ വന്ന് ഇതിന്റെ ഈ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ രാഹുൽ രാജിവെക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നിക്കൽ ആരോപണം ഉന്നയിച്ചവർ പരാതിയുമായിട്ട് രംഗത്ത് വരണം, അത് വന്നിട്ടേ ഇല്ല. പിന്നെ 3 പരാതിക്കാർ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം BJP, രണ്ടാമത്തത് സൈബർ കമ്മി, മൂന്നാമത്തത് ഒരു സിനിമാ നടിയാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അവരുടെ അച്ഛൻ ദേശാഭിമാനിയുടെ എഡിറ്ററായിട്ടോ ദേശാഭിമാനിയുടെ വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബത്തിലുള്ള അവളാണ് ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾ രാഹുലിനെ മോശമായി ചിത്രീകരിക്കുന്നുണ്ടോ? അതും ഇല്ല. എന്തെങ്കിലും മോശമായ അനുഭവം രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പിന്നെ ആകെ ഉള്ളത് ഒരു വീഡിയോ, എന്താ പറയാ, ഒരു റെക്കോർഡാണ് പിന്നെ പുറത്തു വിടുന്നത്. ആ റെക്കോർഡ് ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, അത് രാഹുൽ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് 3.5 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ യൗവന കാലത്തുണ്ടാക്കുന്ന പ്രണയബന്ധത്തിന്റെ ഭാഗമായിട്ട് ചില ഇഷ്യൂസുകൾ ഉണ്ടായി. ഒരു പക്ഷെ ഗർഭം ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. അതെന്താന്നുള്ള സത്യാവസ്ഥ അറിയില്ല. ഇനി അങ്ങനെ ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഈ രാഹുൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് ആ സ്ത്രീയോട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇന്ററാക്ട് ചെയ്ത് ചർച്ചകൾ നടത്തുന്നത്. ആ ചർച്ച നടത്തുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അറിവ് എന്തെങ്കിലും അബദ്ധവശാൽ ഒരു ഇതുണ്ടായിട്ട് ഒരു അപകർഷബോധം ചെയ്തുകൂടെ എന്ന് സ്വാഭാവികമായിട്ട് അത് ചോദിച്ചു. അത് വലിയ ക്രിമിനൽ കുറ്റമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇനി ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അങ്ങനെ എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ ഇതിങ്ങനെ ചെയ്യുന്നില്ലേ? അതൊക്കെ പോട്ടെ, നൊന്ത് പ്രസവിച്ചിട്ട് കാമുകന്മാർക്ക് വേണ്ടിയിട്ട് വലിയ കുഞ്ഞുങ്ങളെ കടപ്പുറത്ത് കൊണ്ടുപോയി തലയടിച്ച് കൊന്ന ഹിസ്റ്ററിയുള്ള ഒരു സ്റ്റേറ്റല്ലേ ഞങ്ങളെ കേരളം, അല്ലേ? അന്ന് ആരും ഞെട്ടുവോ വിറക്കുവോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ആ സ്ത്രീയൊക്കെ ഇന്ന് സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നുണ്ടല്ലോ. 5ഉം 6ഉം പേരെ കാമുകന് വേണ്ടിയിട്ട് കൊന്നു തള്ളിയ സ്ത്രീ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വോയിസ് ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് രാഹുൽ വലിയ രാജ്യം അല്ലെങ്കിൽ ലോകം കാണാതെ ക്രൈമാണ് ചെയ്തത് എന്നൊക്കെ ഇവരൊക്കെ അങ്ങ് വാദിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചാണകം മുക്കിയ മട്ടരിയെത്തി അടിക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. അതിനൊന്നും ഒരു തർക്കമില്ല. ഇതൊക്കെ പാർട്ടിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് മാനുഷിക പരിഗണന, അതായത് ഏതൊരു കുറ്റവാളിക്കും ഏതൊരു ക്രൈം ചെയ്തവനിക്കും കിട്ടേണ്ട നീതി പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇത്തരം പരാമർശങ്ങൾ നടത്തേണ്ടി വന്നത് എന്ന് ഞാൻ ആവർത്തിച്ചിട്ട് എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റ് എന്നെ തെറി വിളിക്കുന്നയോ എനിക്കെതിരെ കമന്റ് എഴുതുന്നവരോടോ ഇതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അവർക്ക് ആ പണി തുടരട്ടെ, തർക്കമില്ല. പിന്നെ മറ്റൊരു വിഷയം എന്താ വന്ന്, അപ്പൊ അങ്ങനെയാണ് ഈ വിഷയത്തിനകത്തുള്ളത്. ഇനി ഇപ്പം കുറച്ചു മുമ്പേ പറയുന്നത് ആ സ്ത്രീക്ക് ഗർഭമില്ലാന്നോ ഒക്കെ എങ്ങനെയും വരുന്നുണ്ട്. അതെന്തോ ആവട്ടെ. ഇനി ഈ പറഞ്ഞ ആരോപണങ്ങളൊന്നും ശരിയല്ലാതായി മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അടക്കം ഈ രാഹുലിനെ ഒറ്റപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് അവര് രാഹുലിന്റെ കാലിന്റെ ചെരുപ്പിന്റെ അടി നക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തൂലേ?
ഇതിന്റെ സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ? അപ്പൊ ഒരു കാര്യമുണ്ടായാൽ, ഒരു ആരോപണം വ്യവസായമായി കൊണ്ട് നടക്കുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും ആരെങ്കിലും ഒരു TV ചാനൽ തന്തയില്ലാത്ത ആരോപണങ്ങൾ പടച്ചു വിടുമ്പോ അതിന്റെ പിറകെ പോയിട്ട് ആ കൂട്ടത്തിൽ നിൽക്കുന്നവരെ ചവിട്ടി തോക്കാൻ നോക്കുന്ന ഈ നാണം കെട്ട ഏർപ്പാടിനെ പിന്തുണക്കുന്ന ഏതെങ്കിലും വേട്ടാവളിയന്മാരുണ്ടെങ്കിൽ അവരെ പിന്തുണച്ച് ആ വഴിക്ക് അങ്ങ് പോയേക്കുക. അതിന് എനിക്ക് രാഷ്ട്രീയ ക്ലാസ് എടുക്കാനോ എനിക്ക് രാഷ്ട്രീയ സദാചാരം പഠിപ്പിക്കാനോ ഇങ്ങനത്തെ കാര്യം വരണ്ട. ഞാൻ ആവർത്തിച്ച് പറയുന്നു, എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്, എനിക്ക് രാജ്യം തരുന്ന ഒരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റിൽ നിന്ന് കൊണ്ട് തന്നെ എന്റെ ശരിയും എന്റെ ബോധ്യവും ഞാൻ എവിടെയാണ് നിൽക്കുന്നത് ആ സ്പേസിൽ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു, ഒരു നേതാവിന്റെ മുഖസൗന്ദര്യം കണ്ടിട്ടോ ഒരു നേതാവിന്റെ മറ്റേതെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ നാളുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിന്റെ പലകെ പോയി എന്തെങ്കിലും നക്കിക്കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യലാഭം ഉണ്ടാക്കി കളയാനോ എന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. അങ്ങനെ ഒരു ചിന്തകയുള്ള ഞാനൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളത് കോൺഗ്രസിന്റെ ആശയത്തിലും കോൺഗ്രസിന്റെ പ്രത്യശാസ്ത്രത്തിലും വിശ്വസിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന് ഉതകുന്ന പ്രവർത്തനം നടത്തുന്ന നേതാക്കന്മാർക്ക് പിന്തുണയും ഉണ്ടാകും. അല്ലാതെ അവരെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവരെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടി അവരെ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് മറ്റു വളർന്നു വരുന്ന നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ഇല്ലാതെ ഏതെങ്കിലും പുറത്തുനിന്നുള്ള ആരോപണങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ടത് അത് ശരിയാണ് എന്ന് കോടതി വിധിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ രാജ്യത്തെ നിയമ സംവിധാനം വിധിക്കുന്നതിന് മുമ്പേ അങ്ങ് വിധി പ്രഖ്യാപിച്ചിട്ട് അങ്ങ് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന ആ പ്രവണത ഒരു ഘട്ടത്തിലും ഒരു സാഹചര്യത്തിലും അനുവദിച്ച് തരില്ല. അതിന് ഞാൻ ശബ്ദിച്ചു കൊണ്ടേയിരിക്കും എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മൂവരത്തിൽ ചാലിച്ച വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു.